കുവൈറ്റിനെ ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളും ഡ്രോണുകളും സൈന്യം ആകാശത്തു വച്ച് തകർത്തു. 2 മിസൈലുകളും 13 ഡ്രോണുകളുമാണ് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പ്രതിരോധിച്ചത്. ആക്രമണ ശ്രമത്തിനിടെ 2 പേർക്ക് നിസാര പരിക്കേറ്റു. അതീവ ജാഗ്രതയിലാണ് രാജ്യമെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചെത്തിയ വലിയൊരു ആക്രമണ നീക്കമാണ് കുവൈറ്റ് സൈന്യം വിഫലമാക്കിയത്. ആകാശത്ത് അസ്വാഭാവികമായ ശബ്ദവും വെളിച്ചവും കണ്ടതിന് പിന്നാലെ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാവുകയായിരുന്നു. 2 മിസൈലുകളെയും 13 ഡ്രോണുകളെയുമാണ് സൈന്യം ആകാശത്ത് വെച്ച് തന്നെ തകർത്തത്. തകർക്കപ്പെട്ട ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ പതിച്ച് 2 പേർക്ക് നിസാര പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി. ചിലയിടങ്ങളിൽ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് രാജ്യത്തിന്റെ വടക്കൻ അതിർത്തികളിലും തന്ത്രപ്രധാന മേഖലകളിലും സൈന്യം നിരീക്ഷണം ശക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും വെല്ലുവിളി ഉയർത്തുന്ന ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ സായുധസേന സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കണമെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ജനം, കുവൈറ്റ്.